ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഉള്ളപ്പോൾ തന്നെ ജാസ്മിനെയും ജതിനെയും കൊടുക്കാനായി അരവിന്ദൻ ഒരു തെളിവുമായി ഗായത്രി നിലയത്തിലെത്തി. എന്നാൽ അവിടെയും ജാസ്മിൻ ഒരു നാടകം കളിക്കുന്നു. എല്ലാം ഏട്ടന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ജാസ്മിൻ. എല്ലാവരുടെയും മുന്നിൽ കാണിക്കാൻ വേണ്ടി, എന്റെ ജീവിതം തകർക്കാൻ വേണ്ടി ഏട്ടൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് കോളറിനെ കുത്തിപ്പിടിച്ച് ജതിനോട് ചോദിക്കുകയാണ് ജാസ്മിൻ. എന്നിട്ട് ജാസ്മിൻ വിശാലിനോട് വിഷമത്തോടെ വന്ന് പറയുന്നു, സോറി വിശാൽ, വിശാലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എൻ്റെ ഏട്ടനാണ്. ഏട്ടൻ്റെ കുടുംബജീവിതം പരാജയമായിരുന്നു. അതുകൊണ്ട് ആര് കുടുംബമായി ജീവിക്കുന്നത് കണ്ടാലും ഏട്ടന് കണ്ണുകടിയാണ്. സ്വന്തം അനിയത്തിയായ എന്നോട് പോലും ഏട്ടന് കണ്ണുകടിയാണ്. എന്നിട്ട് വീണ്ടും ജതിൻ്റെ കോളറിന് കുത്തിപ്പിടിച്ച് ദേഷ്യത്തോടെ ജാസ്മിൻ പറയുന്നു, സ്വാർത്ഥനാടാ നീ, വെറും സ്വാർത്ഥൻ. സ്വാർത്ഥൻ മാത്രമല്ല, ചതിയനും. എന്തിനാടാ നീ എൻ്റെ വിശാലിനെ കൊല്ലാൻ നോക്കിയത് എന്ന് എല്ലാവരുടെ മുന്നിലും വെച്ച് പറഞ്ഞിട്ട് ജതിനോട് പതിയെ പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്ലാൻ എ പറ്റിയില്ലെങ്കിൽ പ്ലാൻ ബി എന്ന്. ഇതാണ് പ്ലാൻ ബി. പിന്നെ എല്ലാവരെയും കേൾക്കാൻ പറയുന്നു, സ്വാർത്ഥനാണ് നീ എൻ്റെ ഏട്ടനല്ല. ഇങ്ങനെയൊരു ഏട്ടനെ എനിക്ക് വേണ്ട. ജിതിൻ പറയുന്നു, ശരിയടി, ഞാൻ സ്വാർത്ഥൻ തന്നെയാ. എനിക്ക് കിട്ടാത്ത സുഖവും സന്തോഷവും നിനക്കും കിട്ടണ്ടടി. വിശാലിനെ വിവാഹം ചെയ്താലും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി. ജയിൽ ചാടി വന്നിട്ടായാലും വിശാലിനെ ഞാൻ കൊല്ലുവടി. ഇതെല്ലാം കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് എല്ലാവരും. അരവിന്ദനോട് പ്രഭാവതി പറയുന്നു, സോറി സാർ, കുറ്റം ചെയ്തത് പാർവതി എന്നാണ് ഞാൻ ഇത്രയും നാൾ വിശ്വസിച്ചിരുന്നത്. അത് വെറും തെറ്റിദ്ധാരണയായിരുന്നെന്ന് ഇപ്പം മനസ്സിലായി. വിശാലിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ജതിനായിരുന്നെന്ന് ജതിൻ തന്നെ സമ്മതിച്ചല്ലോ. ജാസ്മിൻ പറയുന്നു, കുറച്ചൊക്കെ എനിക്കും അറിയാമായിരുന്നു ആൻറ്റി, പക്ഷേ എനിക്ക് പറയാൻ പറ്റുമോ, എൻ്റെ ഏട്ടനല്ലേ ഇത് എന്ന് പറഞ്ഞ് ജാസ്മിൻ കരയുന്നു. പ്രഭാവതി ജാസ്മിനെ സമാധാനിപ്പിക്കുകയാണ്, അയ്യോ മോളെ, സാരമില്ല, നിന്റെ നിരപരാധിത്വം തെളിഞ്ഞില്ലേ, അതിൽ ആശ്വസിക്കേ. പാർവതിയോട് കരഞ്ഞുകൊണ്ട് ജാസ്മിൻ വന്ന് പറയുന്നു, പാർവതി, എനിക്ക് നിന്നോടൊരു അസൂയ ഉണ്ടായിരുന്നു. നിന്നെ സ്നേഹിക്കുന്നത് പോലെ വിശാൽ എന്നെയും സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതിന് കാരണക്കാരൻ എൻ്റെ ഏട്ടനാണ്. ഏട്ടൻ പറഞ്ഞിട്ടാ ഞാൻ നിന്നോട് ശത്രുത കാണിച്ചത്. സത്യത്തിൽ എനിക്ക് നിന്നോട് ഒരു ശത്രുതയുമില്ല. ഞാൻ ഒരിക്കലും നിന്നെ ഒരു ശത്രുവായി കണ്ടിട്ടില്ല. ഇതെല്ലാം കേട്ട് വിജയമ്മ പറയുന്നു, മതി, എല്ലാ സത്യവും എല്ലാവർക്കും മനസ്സിലായല്ലോ. എൻ്റെ കുട്ടിയെ കൊല്ലാൻ നോക്കിയ ഇവന് സാറ് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ് വിജയമ്മ അകത്തേക്ക് പോകുന്നുണ്ട്. വിലങ്ങ് വയ്ക്കാൻ അരവിന്ദൻ കോൺസ്റ്റബിളിനോട് പറയുകയും ജതിനെ വിലങ്ങ് വയ്ക്കുകയും ചെയ്യുന്നു. അരവിന്ദൻ പറയുന്നുണ്ട്, ഈ കേസ് ഇവിടെ അവസാനിക്കുന്നില്ല എന്ന്. ഇതിൻ്റെ പിന്നിൽ കഥകൾ ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനിയും വരും എന്ന് പറഞ്ഞ് ജതിനെയും കൊണ്ട് പോവുകയാണ് അരവിന്ദൻ. ജിതിനെ പോലീസ് കൊണ്ടുപോയതിൽ ജാസ്മിനെ നല്ല വിഷമമുണ്ട്. സുശീല പ്രഭാവതിയോട് പറയുന്നു, ഇങ്ങനെ ഒരു ചതി ഈ വീട്ടിൽ നടക്കുന്നുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. വിശാലിനെ ദൈവം രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് സുശീലയും അകത്തേക്ക് പോകുന്നുണ്ട്. എല്ലാവരും അവരുടെ വഴി നോക്കി അകത്തേക്ക് പോയപ്പോൾ പാർവതി മാത്രം അവിടെ നിൽക്കുന്നു. ജാസ്മിനും അവിടെ നിൽക്കുന്നുണ്ട്. ജാസ്മിൻ്റെ അടുത്തേക്ക് പാർവതി വന്നിട്ട് പറയുന്നു, ചേട്ടനും അനിയത്തിയും കൂടി കളിച്ച നാടകം എനിക്കിഷ്ടപ്പെട്ടു. നല്ല സ്നേഹമുള്ള ആളാണ് ജതിൻ. അനിയത്തിയെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം സ്വയം ഏറ്റെടുത്ത് ജയിലിൽ പോയതല്ലേ. ജാസ്മിൻ പറയുന്നു, രണ്ടിൽ ഒരാൾ ബാക്കിയുണ്ടായ മതിയടി, ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കും ഞാൻ. പാർവതി പറയുന്നു, ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കൂ എന്ന് പറഞ്ഞാൽ വിശാൽ സാറിനെ കൊന്നിട്ട് വിശാൽ സാറിന്റെ സ്വത്ത് മുഴുവനും സ്വന്തമാക്കാന്നല്ലേ. അതിന് നീ ശ്രമിച്ചാൽ ഇനി ജയിലിൽ പോകുന്നത് ഞാനായിരിക്കും. നിന്നെ കൊന്ന കുറ്റത്തിന് എന്ന് പാർവതി ജാസ്മിനോട് വന്ന് പറയുന്നു. എന്നിട്ട് പാർവതിയും അകത്തേക്ക് പോയി. അതിൻ്റെ ടെൻഷനിൽ ജാസ്മിൻ നിൽക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഗോപിനാഥ് ബെഡിൽ കിടക്കുകയാണ്. അവിടേക്ക് വിജയമ്മ വന്നു. മോനെ ഗോപി, താഴെ വലിയ ബഹളം നടക്കുകയാണ്. വിശാൽ മോനെ കൊല്ലാൻ പൂക്കളിൽ വിഷം തളിച്ചത് ജാസ്മിൻ ആണെന്നായിരുന്നു ഇത്രയും നാൾ എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ജാസ്മിൻ്റെ സഹോദരനല്ലേ ജയ്തൻ, അവനാണ് അത് ചെയ്തിരിക്കുന്നത്. അവൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ആ സി അരവിന്ദൻ ഇപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ജാസ്മിൻ വന്ന് വിശാലിനോടും പാർവതിയോടും അവൻ മാപ്പ് ചോദിച്ചു. കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞെന്നാ തോന്നുന്നത്. എൻ്റെ പരമേശ്വരൻ, നീയേ തുണ. പാർവതി ആ സമയം അവിടെ എത്തി. എന്താ മോളെ, ജിതിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയോ എന്ന് വിജയമ്മ ചോദിച്ചപ്പോൾ കൊണ്ടുപോയ അച്ഛമ്മയെന്ന് പാർവതി പറയുന്നു. ജാസ്മിനോ എന്ന് വിജയമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട്. അവള് താഴെ നിൽപ്പുണ്ട്. എന്താ അവളുടെ അടുത്ത നീക്കുമെന്ന് കണ്ടു തന്നെ അറിയാമെന്ന് പാർവതി പറയുന്നുണ്ട്. വിജയമ്മ പറയുന്നു, നമ്മൾ കഥ അറിയാതെയല്ലേ അവളെ സംശയിച്ചത്. 24 മണിക്കൂറും ജിതിൻ്റെ കൂടെ ഉണ്ടായിട്ടും അവൻ്റെ ചതി മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അവൻ്റെ വിവാഹ ജീവിതം പരാജയപ്പെട്ടോണ്ട് സഹോദരിക്കും കുടുംബജീവിതം ഉണ്ടായിക്കൂടാ എന്ന് കരുതിയാണത്രേ അവൻ ഈ ചതിക്ക് ഒരുങ്ങിയത്. പാർവതി പറയുന്നു, അച്ഛമ്മ അത് വിശ്വസിച്ചോ?
വിജയമ്മ പറയുന്നുണ്ട്, ഒരാള് കുറ്റം സമ്മതിച്ചാലേ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. പാർവതി വീണ്ടും പറയുന്നു, കള്ളമണച്ചമ്മേ, ശുദ്ധ നുണ. ജാസ്മിൻ ഒരു കുടുംബജീവിതം ഉണ്ടാകാതിരിക്കാനാണ് ജതിൻ ഇത് ചെയ്തതെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിവാഹവേഷത്തിൽ ജാസ്മിൻ ഖദർ മണ്ഡപം വരെ എത്തിയത്? അതും ജതിനോടൊപ്പം. താലി കെട്ടുന്നതിന് തൊട്ട് മുമ്പേ അല്ലേ അത് മുടങ്ങിപ്പോയത്? അത് എങ്ങനെ? അപ്പോൾ അവർ പറഞ്ഞതല്ല സത്യം. വിജയമ്മ അപ്പോഴാണ് സംശയത്തോടെ പറയുന്നത്, അത് ശരിയാണല്ലോ, ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചില്ല. പാർവതി പറയുന്നു, എനിക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അച്ഛമ്മേ. എൻ്റെ കഴുത്തിൽ മിന്നുകെട്ടിയ ആളിനെ സമ്മതിക്കുന്ന കാര്യമല്ലേ ഇത്? അവരുടെ അഭിനയം തന്നെയാണ്. അപ്പോൾ വിജയമ്മ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ CI അരവിന്ദന് മനസ്സിലാവില്ലേ പിന്നെ ഇതിന് ആ ജതിനെ അറസ്റ്റ് ചെയ്തത്? പാർവതി പറയുന്നു, അവസാന ഭാഗം അച്ഛമ്മ കണ്ടില്ലല്ലോ, അതുകൊണ്ടാ ഇങ്ങനെ ചോദിച്ചത്. അരവിന്ദൻ സാർ പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് പോയത് എന്താണെന്നറിയോ? ജതിന്റെ അറസ്റ്റ് കൊണ്ട് ഈ കേസ് തീരുന്നില്ല, ഇനിയും ഒരു അന്വേഷണം ഉണ്ടാകും. സാറിന് ഇനിയും ഇവിടെ വരേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടാ പോയത്. അതുകൊണ്ട് സമ്മതിക്കാൻ വരട്ടെ. അച്ഛന് ഉച്ചയ്ക്കുള്ള മരുന്ന് കഴിക്കണ്ടേ, ഞാൻ എടുത്തു തരാമെന്ന് പാർവതി പറയുന്നുണ്ട്. വിജയമ്മ പറയുന്നു, മോളെ പാർവതി, ഞാൻ മരുന്ന് എടുത്ത് കൊടുത്തോളാം, മോള് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്. അങ്ങനെ മരുന്ന് അവിടെയാന്ന് ഏൽപ്പിച്ചിട്ട് പാർവതി താഴേക്ക് പോകുന്നുണ്ട്. വിപിൻ മുകളിലേക്ക് കയറി വരുന്നു. പാർവതിക്കൊരു കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഏട്ടൻ വിളിച്ച് പറഞ്ഞായിരുന്നു, ഏതായാലും സമ്മതിച്ചു തന്നിരിക്കുന്നു. അല്ല, ജാസ്മിൻ എവിടെ? ഔട്ട് ഹൗസിൽ കാണും. അരവിന്ദൻ സാർ പറഞ്ഞിട്ട് പോയതുപോലെ ഈ കേസ് ജതിന്റെ അറസ്റ്റ് കൊണ്ട് അവസാനിക്കുന്നില്ല വിപിൻ. തിരശ്ശീലയ്ക്ക് പിന്നിൽ അരങ്ങേറിയ നാടകം എന്താണെന്ന് ഇനിയും കണ്ടുപിടിക്കാനുണ്ട് എന്ന് പാർവതി പറഞ്ഞപ്പോൾ സംശയത്തോടെ വിപിൻ ചോദിക്കുന്നു, നാടകമോ? എന്ത് നാടകം? പാർവതി പറയുന്നു, പ്രതി കുറ്റം സമ്മതിച്ചാൽ പോലീസിനെ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ പ്രതിയെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചതാണെങ്കിൽ അയാൾ ഒരിക്കലും കുറ്റവാളിയാകില്ല. ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ്. വിപിൻ ചോദിക്കുന്നു, അപ്പോൾ ജതിനല്ല കുറ്റവാളി എന്നാണോ പാർവതി പറയുന്നത്? പാർവതി പറയുന്നു, എന്നല്ല വിപിൻ, ജതിനും കുറ്റക്കാരൻ തന്നെയാണ്. പക്ഷേ പ്രധാന പ്രതി തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ജാസ്മിനെയാണോ പാർവതി ഉദ്ദേശിച്ചത് എന്ന് വിപിൻ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആഹാരം കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, താഴേക്ക് വരൂ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. പിന്നെ വിശാൽ സാറിനെയും കൂടി വിളിച്ചോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പാർവതി താഴേക്ക് പോകുന്നുണ്ട്. വിപിനും സന്തോഷത്തോടെ നിൽക്കുകയാണ്. എന്നാൽ വിപിന്റെ മനസ്സിൽ ആരായിരിക്കും പ്രതി എന്നുള്ള ഒരു സംശയം ബാക്കി. പിന്നീട് കാണിക്കുന്നത് ജാസ്മിൻ പപ്പയോട് സംസാരിക്കുന്നു. പപ്പ, ഞാൻ പറയുന്നത് പപ്പയൊന്ന് മനസ്സിലാക്കുന്ന ജാസ്മിൻ പറഞ്ഞപ്പോൾ പപ്പ പറയുന്നുണ്ട്, നീ എന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട. നിന്നെ പേരുള്ള ഒരുപാട് പേരെ ദിവസവും കാണുന്നതാണ് ഞാൻ. പപ്പ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ മനഃപൂർവ്വം ഏട്ടനെ കുറ്റക്കാരനാക്കിയതല്ല. നിന്റെ ഒരു എക്സ്പ്ലനേഷനും എനിക്ക് കേൾക്കണ്ട. നിന്നെ എനിക്കറിയാവുന്നതുപോലെ ഈ ഭൂമിയിൽ മറ്റാർക്കും അറിയില്ല. പക്ഷേ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുമായിരുന്നില്ല. എല്ലാം തന്നിഷ്ടത്തിന് നടത്തും. ചെറുപ്പം മുതലേ നീ ചെയ്ത പല തെറ്റുകളും നീ ജിതിന്റെ തലയിൽ കെട്ടിവെക്കുമായിരുന്നു. പലതും അവൻ സ്വയം ഏറ്റെടുക്കുമായിരുന്നു നിന്നെ രക്ഷിക്കാൻ. അങ്ങനെയുള്ള അവനെ നീ ഇന്ന് നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ജയിലിലാക്കിയിരിക്കുന്നത്. ജാസ്മിൻ പറയുന്നു, ഞാൻ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ട് ഏട്ടത്തിന് ജാമ്യത്തിൽ എടുത്തോളാം. പപ്പ പറയുന്നു, അതിന് നീ ബുദ്ധിമുട്ടണമെന്നില്ല. അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ഉണ്ട്, അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. പപ്പ, അതിനുവേണ്ടി ദുബായിൽ നിന്ന് വരേണ്ട കാര്യമില്ല എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ, അതിന് ഞാനിപ്പോൾ ദുബായിലല്ല, ഞാനിന്ന് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ആദ്യം വരുന്ന സന്തോഷ വാർത്ത മകൻ കൊലപാതകത്തിന് അറസ്റ്റിലായ കാര്യമാണ്. കുടിക്കുന്ന വെള്ളത്തിൽ പോലും നിന്നെ വിശ്വസിക്കാൻ പാടില്ല. ഇനി നീയായി നിന്റെ പാടായി. അങ്ങോട്ടുള്ള ഒരു കാര്യത്തിനും നിന്റെയോ എന്റെയോ ജതിന്റെയോ സപ്പോർട്ട് നീ പ്രതീക്ഷിക്കേണ്ട. ഐ ഹേറ്റ് യു മൈ ഡോട്ടർ. ഗുഡ് ബൈ എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചിട്ടുണ്ട്. ടെൻഷനോടെ വിഷമത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ. ശേഷം കാണിക്കുന്നത് കിച്ചണിൽ പാചകം ചെയ്യുകയാണ് പാർവതി. രാധിക സന്തോഷത്തോടെ അവിടെ വരുന്നുണ്ട്. പാറക്കുട്ടി എന്ന് പറഞ്ഞ് പാർവതിയെ പിടിച്ച് വട്ടം കറക്കുകയാണ് രാധിക. സന്തോഷത്തോടെ പാർവതിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. എന്താ ഈ ചെറിയമ്മേ ധൃതരാഷ്ട്ര ആലിംഗനോ? എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ നടന്ന കോലാഹലങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് പാർവതി ചോദിച്ചപ്പോൾ രാധിക പറയുന്നു, അറിഞ്ഞു, വളരെ നന്നായി. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ആ മറ നീക്കി സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്. എന്നാലും ആ ജിതിൻ ആൾ കൊള്ളാലോ. വിശാലിനോട് അവൻ ഇത്ര ശത്രുത തോന്നാൻ അവൻ എന്താ കാരണം? ഒന്നുമില്ലെങ്കിലും അവന്റെ പെങ്ങളെ കെട്ടാൻ പോകുന്ന ആളല്ലേ വിശാൽ. പാർവതി പറയുന്നു, ചെറിയമ്മേ, നമ്മളെല്ലാവരും കഥയറിയാതെ ആട്ടം കാണുന്ന മട്ടിലാണ്. ജിതിൻ അറസ്റ്റ് ചെയ്തത് ഒരു നാടകത്തിന്റെ ബാക്കിയാണ്.
ഓരോ വേദിയിലും ചോദ്യചിഹ്നത്തിൽ അവസാനിക്കുന്ന ഒരു നാടകം. നീ എന്തൊക്കെയാ പാർവതി ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ രാധിക പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട്, നമ്മുടെ മുന്നിൽ സ്വയം കഥ എഴുതി അഭിനയിച്ച് തകർക്കുന്ന ചില കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. ശരിക്കും കഥ എഴുതിയവർ തിരശീലയ്ക്ക് പിന്നിൽ മറിഞ്ഞിരുന്ന് ആശ്വസിക്കുന്നുണ്ട്. ജിതിനും ജാസ്മിനുമാണ് ആ കഥാപാത്രങ്ങൾ. യഥാർത്ഥ കഥാപാത്രത്തിനെ കണ്ടെത്തിയാലേ എന്താണ് ഈ നാടകത്തിന്റെ പ്രധാന ലക്ഷ്യം മനസ്സിലാകൂ. പ്രഭാവതിയാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന് രാധിക പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട്, അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ചെറിയമ്മേ. ഇതിന് പിന്നിൽ ഒരാളാണോ പലരും ചേർന്നാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ഉദ്ദേശം ഒന്നാണ്, ഈ കുടുംബത്തിന്റെ സ്വത്തും പണവും. അത് സ്വന്തമാക്കണം. അത് കഥ എഴുതിയവർക്കോ അഭിനേതാക്കൾക്കാണോ എന്ന് വ്യക്തമല്ല. രാധിക പറയുന്നു, ജാസ്മിൻ വിശാലിനെ വിവാഹം കഴിക്കണമെന്നുള്ള കടം പിടുത്തത്തിന് പിന്നിൽ ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഈ ലോകത്ത് എവിടെയെങ്കിലും കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ വീട്ടിൽ ഒരു പെൺകുട്ടികളും ഇങ്ങനെ വന്ന് താമസിക്കൂ. അങ്ങനെ നോക്കുമ്പോൾ അവളും അങ്ങനെ ഇവൾക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തവൾക്കും ഈ കുടുംബത്തിന്റെ സമ്പത്ത് ആഗ്രഹിക്കുന്നില്ലേ? അത് കേട്ട് പാർവതി പറയുന്നുണ്ട്, ചെറിയമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. വിശാൽ സാർ എൻ്റെ കഴുത്തിൽ മിന്നുകെട്ടിയതോടെയാണ് എല്ലാ സംഭവങ്ങൾക്കും തുടക്കമിട്ടത്. അമ്മയും പ്രതാപൻ സാറും എനിക്കെതിരെ തിരിയാനുള്ള കാരണവും ഈ സ്വത്തുവകകൾ എൻ്റെ പേരിൽ എഴുതിയതുകൊണ്ട് മാത്രമാണ്. അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണവും ഇതൊക്കെ തന്നെയാണ്. രാധിക പറയുന്നു, വിശാല് നിന്നെ വിവാഹം കഴിച്ചപ്പോൾ തുടങ്ങിയതല്ല ഈ നീക്കങ്ങൾ. അതിനു മുന്നേ ഗായത്രി ചേച്ചി മരിക്കുന്നതിന് മുമ്പേ അവർ ഈ നീക്കങ്ങളൊക്കെ തുടങ്ങിയതാണ്. ഗായത്രി ചേച്ചിയുടെ ഡ്രൈവർ ആയിരുന്നു ഈ പ്രതാപൻ. പ്രഭാവതി ഗോപിയേട്ടന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും. ഗോപിയേട്ടന്റെയും ഗായത്രി ചേച്ചിയുടെയും വിശ്വസ്തനായിരുന്ന ശേഖരൻ എന്ന ആളുടെ ഭാര്യയായിരുന്നു പ്രഭാവതി. അയാളുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തി രഹസ്യമായി നമ്മുടെ കമ്പനിയിൽ കയറിക്കൂടിയ പ്രഭാവതി ഗായത്രി ചേച്ചിയുടെ മരണശേഷം ഗോപിയേട്ടനെ മയക്കി അദ്ദേഹത്തിന്റെ ഭാര്യയായി. അവൾ ശേഖരനെ ഒഴിവാക്കി നമ്മുടെ കമ്പനിയിൽ കാലുകുത്തിയ നിമിഷം മുതൽ ഈ കുടുംബത്തിന്റെ ശനിദശ തുടങ്ങി. സത്യം പറഞ്ഞാൽ ജതിനെയല്ല അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് പ്രഭാവതിയാണ്. ഇതെല്ലാം അവളുടെ വക്രബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങൾ തന്നെയാണ്. ഇനി അവളുടെ ലക്ഷ്യം മുഴുവനും ആ മാജിക് ബോക്സിന്റെ കാര്യത്തിലായിരിക്കും. പാർവതി പറയുന്നു, ആ പഴയ മ്യൂസിക് കേട്ടോണ്ടിരുന്ന ചെറിയമ്മയുടെ മുന്നിൽ അമ്മ എത്തി അത് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിൽ ചെറിയമ്മ ഉറപ്പിച്ചോ ആ പെട്ടി ചെറിയമ്മയിലുണ്ടെന്ന് അമ്മ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ സൂക്ഷിക്കണം. എങ്ങനെയും അത് അവിടെ നിന്ന് എടുക്കാൻ അമ്മ ശ്രമിക്കും. അത് നഷ്ടപ്പെട്ടാൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതും. രാധിക പറയുന്നു, ഇല്ല മോളെ, നീ കരുതുന്നത് പോലെ ഈ വീട്ടിൽ അവൾ കയറി ഇറങ്ങാൻ മടിക്കുന്ന ഒരു മുറിയേ ഉള്ളൂ. അത് എൻ്റെ മുറിയാണ്. അതിനൊരു കാരണമുണ്ട്. അത് എന്താണെന്നറിയോ പാർവതിക്ക്? ഇല്ല, അതിനു പുറകിലും കാര്യമുണ്ടോ എന്ന് പാർവതി ചോദിച്ചപ്പോൾ രാധിക പറയുന്നുണ്ട്, കഥയല്ല ഒരു നിസ്സാര കാരണം. പ്രഭാവതി ഈ കുടുംബത്തിലേക്ക് വരുമ്പോൾ വിശാൽ വളരെ ചെറുതാണ്. അവന്റെ കാര്യങ്ങളെല്ലാം ഗായത്രി ചേച്ചി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ എൻ്റെ മുറിയിലേക്ക് പ്രഭാവതി പലപ്പോഴും വരുമായിരുന്നു. അതൊന്നും വിശാലിന് ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ മുറിയിൽ അവനെ കാണാൻ വരുതെന്ന് അവൻ അവളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. അന്നു മുതൽ അവര് എൻ്റെ മുറിയിൽ കയറാറില്ല. പിന്നീട് വിശാലിനെ എങ്ങനെ അവരുടെ പക്ഷത്താക്കിയെന്നൊന്നും എനിക്കറിയില്ല. പാർവതി പറയുന്നു, ഏതായാലും ചെറിയമ്മ ആ പെട്ടി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അതിനുള്ളിലുള്ള രഹസ്യം പുറത്താകുന്നതോടെ പലരുടെയും മൂടുപടം അഴിഞ്ഞു വീഴും. അതുവരെ കാത്തിരിക്കാം. വിശാൽ സാറിന് രാത്രി കഴിക്കാനുള്ള ആഹാരം തയ്യാറാക്കി മുറിയിൽ കൊണ്ടു കൊടുക്കട്ടെ. മിക്ക ദിവസവും രാത്രി ആഹാരമൊന്നും കഴിക്കാറില്ല. ആ ശീലം ഇന്നു മുതൽ മാറ്റിയെടുക്കണം. ശരി, മോളുടെ ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാധിക അവിടുന്ന് പോകുന്നുണ്ട്. വിശാലിന് കഴിക്കാനുള്ള ആഹാരം പാചകം ചെയ്യുകയാണ് പാർവതി. ശേഷം കാണിക്കുന്നത് വിശാൽ മുറിയിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർവതി ആഹാരവുമായി അവിടേക്ക് വന്നു. വിശാൽ സാറിന് കഴിക്കാനുള്ള ആഹാരം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ചൂടാറുന്നതിന് മുമ്പ് എടുത്തു കഴിച്ചാൽ രുചി കൂടും സർ. ആട്ടെ, നീ കഴിച്ചു എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട്. പാർവതി പറയുന്നു, വിശാൽ സാറ് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ കഴിക്കാനോ? സാറ് കഴിച്ചിട്ട് അമ്മയും വീട്ടിലുള്ള എല്ലാവരും കഴിച്ചിട്ടേ ഞാൻ കഴിക്കുള്ളൂ. അതാ സാർ ഇവിടുത്തെ പതിവെന്ന് പാർവതി പറയുന്നുണ്ട്. വിശാൽ പറയുന്നു, അപ്പോൾ നീ ഈ വീട്ടിൽ നിന്ന് ചൂടോടെ ഒരു ആഹാരവും കഴിച്ചിട്ടില്ലെന്നാണോ? എനിക്ക് ചൂടോടെ രുചിയോടെ ആഹാരം തരണമെന്ന് ആഗ്രഹിക്കുന്ന നിനക്ക് അതുപോലെ ചൂടോടെയും രുചിയോടെയും കഴിക്കണമെന്ന് ആഗ്രഹമില്ലേ? പാർവതി പറയുന്നു, വിശാൽ സാർ, ഞാൻ എത്ര ഭാഗ്യവതിയാണെന്നറിയോ? ഞാൻ ആഗ്രഹിക്കാതെ തന്നെ ഉദയനൂരമ്മ എനിക്ക് അമ്മയെയും മുത്തശ്ശനെയും പല്ലവിയെയും പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വിശാൽ സാറിനെയും ഈ കുടുംബത്തെ എനിക്ക് തന്നില്ലേ? അത് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് വിശാൽ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.